പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWCയുടെ റിപ്പോർട്ടിലുള്ളത്. 2024 ഒക്ടോബർ 9-നാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. CWC റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 7-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു. കുഞ്ഞിന്റെ ശാരീരിക വളർച്ച, പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ വാർത്തയിലുടനീളം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഇതിൻ്റെ അകത്ത് സ്ഥാപനത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ഈ വാർത്തയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത കേൾക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഏതാണ് സംഭവം എന്ന്. ജീവമാത കാരുണ്യഭവൻ എന്ന് പറയുന്ന ഉദയഗിരിജ ഡയറക്ടറായിട്ടുള്ള സ്ഥാപനം അനാമിക വിഷ്ണു. ഈ സംഭവം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഒക്ടോബറിൽ വിഷ്ണു അനാമികയെ കല്യാണം കഴിക്കുന്നു. വിഷ്ണു ഉദയഗിരിജയുടെ മകനാണ്, അതായത് ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുടെ മകനാണ്. അനാമികയാണ് അവിടുത്തെ ഒരു അന്തേവാസി, അതായത് അനാഥ പെൺകുട്ടിയാണ്. അനാഥ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അമ്മയില്ല, അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. ആ കുട്ടി അവിടുത്തെ അന്തേവാസിയാണ്. അവിടെ ജനിച്ച് വളർന്ന്, അവിടെ താമസിച്ച് വളർന്ന് 18 വയസ്സ് കൃത്യം കഴിഞ്ഞ ഒക്ടോബർ 23-ാം തീയതി 18 വയസ്സ് ആയതിനു ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ 23-ാം തീയതി അവർ വിഷ്ണു അനാമികയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ആ വാർത്ത വളരെയധികം പ്രാധാന്യത്തോടെ സോഷ്യൽ മീഡിയയൊക്കെ കൊണ്ടാടിയതാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു മാതൃകയായ കാര്യം, അതായത് ഒരു അനാഥയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് സ്വന്തം മകനെ വിവാഹം കഴിപ്പിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം, അത് നമ്മളെല്ലാവരും അംഗീകരിച്ചാണ്. പക്ഷേ ഈ അടുത്തുള്ള ഒരു പ്രശ്നമായത് എന്താണെന്ന് ചോദിച്ചാൽ, അനാമികയുടെ പ്രസവം കഴിഞ്ഞ് അനാമിക വന്നിറങ്ങി കഴിയുമ്പം അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും ഒക്കെ കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പോക്കങ്ങ് പോയി. അനാമികയെ മൈൻഡ് ചെയ്തില്ല. പിന്നെ ജനങ്ങളാണ് ഇങ്ങനെയുള്ള വ്ളോഗുകളൊക്കെ അവർ സ്കാൻ ചെയ്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം 7 മാസത്തിലുണ്ടായ കൊച്ചിനെ കണ്ടിട്ട് 7 മാസത്തിലുണ്ടായ പോലെ അല്ലല്ലോ, പൂർണ്ണ വളർച്ച എത്തിയ പോലെ തോന്നുന്നല്ലോ, ഇങ്ങനെയൊക്കെ കമൻ്റൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇവരുടെ കുറേ സംസാരങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു. ഓൾറെഡി ഇവർ ഈ പറയുന്നതിൻ്റെ അകത്ത് അതിൻ്റെ കൂടെ സന്ധ്യ എന്ന് പറയുന്ന ഒരു ലേഡി കൊണ്ടുവന്ന് ഇവരെ പറ്റി കുറേ കാര്യം ഫേസ്ബുക്കിലിട്ടു. അതിൻ്റെ ചുവട് പിടിച്ച് ഇവിടുത്തെ റിയാക്ഷൻ ചാനൽ മൊത്തം എടുത്തിട്ട് റിയാക്റ്റ് ഇട്ടു. ഞാനത് ചെയ്തില്ല. ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും നമുക്കറിയില്ല. അവരുടെ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഇത് 18 വയസ്സ് തികയുന്നതിന് മുന്നേ ഈ പെങ്കൊച്ചിനെ പ്രേമിച്ച് പ്രണയിച്ച് പ്രഗ്നൻ്റ് ആയതാണെന്നൊക്കെ നമ്മൾ വിളിച്ച് കൂവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ തെളിവുകളൊന്നുമില്ല, നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ റിയാക്ഷൻ ഇട്ടില്ല, അതാണ് സത്യം. പിന്നെ എന്നെ അറിയാവുന്ന 1-2 പേര് ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയ സാധാരണ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ 1-2 പേര് പറഞ്ഞു, അയ്യോ അവരുടെ ആ ഭാഗത്തുള്ളവരോടൊക്കെ ഇവരെപ്പറ്റി നല്ല മതിപ്പാണ്, നന്നായിട്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല. ഇന്ന് ഈ ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നു ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടൊന്നും ആരെയും ചേർത്തിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇത് ഡോക്ടർക്ക് ഇതിൻ്റെ അകത്ത്, ലേഡി ഡോക്ടർക്ക് ഇതിൻ്റെ അകത്ത് സത്യം ഉള്ളതുപോലെ പറയാൻ പറ്റും. പൂർണ്ണ വളർച്ചയെത്തിയ കൊച്ചിനെയാണ് അനാമിക വിവാഹം കഴിഞ്ഞ് 7-ാം മാസം പ്രസവിച്ചിട്ടത്. പൂർണ്ണ വളർച്ചയെത്തിയ കൊച്ചിനെയാണെന്ന് ലേഡി ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ കാര്യം. കാരണം അപ്പോൾ അത് 18 വയസ്സ് തികയുന്നതിന് മുന്നെയാണ്, പോക്സോ ആണ് വരാൻ പോകുന്നത്. 18 വയസ്സ് തികയുന്നതിന് മുന്നേ പ്രഗ്നൻ്റ് ആയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലുള്ള ആൾക്കാരെല്ലാം കൂടെ കണ്ടുപിടിച്ച ഒരു കേസാണെന്ന് പറയാം. എന്നാൽ ഈ അടുത്ത് റിയാക്ട് ചെയ്ത റിയാക്ഷൻ ചാനലായിട്ട് വന്ന എല്ലാവരുടെ പേരിൽ എന്ന് പറയുന്ന പോലെ അവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഉദയഗിരിജ അവർ കഴിഞ്ഞ ദിവസം അനാമികയുടെയും വിഷ്ണുവിൻ്റെയും ചാനലിൽ വന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനത്തെ കേൾക്കുന്നുണ്ട്. ആർക്കെതിരെ ഞാൻ ഒന്നും പറയാതിരുന്ന എല്ലാവർക്കെതിരെയും നിയമ നടപടിക്ക് DGPക്കോ എവിടേക്കോ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, റിയാക്ഷൻ ഇട്ടവരുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് അവർ
അവരൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടതിന് ശേഷം വന്ന ഒരു ന്യൂസാണിത്. ന്യൂസ് ചാനലിൽ വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കേട്ട ഈ ന്യൂസിൽ അവരുടെ പേരൊന്നും പറയുന്നില്ലെന്ന് നമുക്കറിയാം. ഇത് ഉദയഗിരിജയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ്. അപ്പോൾ പിന്നെ വേറെ ഓരോന്നായിട്ട് ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, പലരും പരാതിയായിട്ടൊക്കെ പറയുന്നുമുണ്ട്. ഇപ്പോഴും നമുക്ക് ഇന്ന ആൾ തെറ്റുകാർ, ഇവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, പറയാൻ പറ്റരുത്. ഇതൊരു വാർത്ത എടുത്ത് വെറുതെ റിയാക്ട് ചെയ്ത് നമ്മളുടേതായ കുറച്ച് അഭിപ്രായം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതങ്ങനെയാണ് എന്നും പറഞ്ഞ് കർശനമായിട്ട് പറയുന്നില്ല. അത് പോലീസ് ഏതായാലും അന്വേഷിക്കാം. ഡോക്ടറും ഇവിടെ പല സാങ്കേതിക വിദ്യയുണ്ട്, അത് അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് വെളി വരും. ഇതിങ്ങനെ പറയുന്ന കാലത്തും ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാവരും പറയുന്ന ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് ഇതിനകത്ത്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രണയത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ടോ ഇനി എന്തെങ്കിലും ആട്ടെ, എങ്ങനെയാണേലും അവരതിനെ കല്യാണം കഴിച്ചല്ലോ എന്നൊന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ നല്ല കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ അതത്ര വലിയ നല്ല കാര്യമല്ല. അതാണെന്ന് ആലോചിക്കണം. പീഡിപ്പിച്ച ആൾ തന്നെ കല്യാണം കഴിച്ചല്ലോ, അതൊരു വലിയ കാര്യമല്ലേ, ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, അവർക്ക് അതല്ലാതെ ഒരു വഴി അതിൻ്റെ മുന്നിലുണ്ടോ? ഇല്ല. ശരിക്കും അവർ കല്യാണം കഴിച്ചില്ല എങ്കിൽ അവരുടെ ഒരു സ്ഥാപനത്തിലെ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുമോ, ഇനി അത് അബോർഷൻ ചെയ്യാൻ പുറത്ത് പോകുമോ, അല്ല ഇനി അബോർഷൻ ചെയ്തില്ലേ അത് പ്രസവിക്കുമോ ഒക്കെ ചെയ്ത് ആ കേസ് എവിടെ എത്തും? അന്വേഷണം ആവില്ലേ? പോരാണ്ട് ഇത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അവരോടെ അനുവാദം മേടിച്ചിട്ടാണ് ഈ കല്യാണം പോലും നടത്തിയത് എന്ന് ഉദയഗിരിച്ച കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. അല്ലാതെ ഇവർക്കായിട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കൂടെ അത് ഓൾഡ് ഏജ് ഹോമും ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി അല്ലെ അതിൻ്റെ കമ്മിറ്റി ആൾക്കാർ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റൊക്കെ ഉണ്ട്, പരിശോധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യവും ഇത് ട്രാൻസ്പെറൻ്റ് ആണ് കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഈ മകനെ കയറി ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇതാണ്. നിങ്ങൾ പറയുന്ന പോലെ പിഴപ്പിച്ചിട്ടുണ്ട്, കെട്ടിയില്ലേ എന്നുള്ള കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ അപ്പോൾ ഒന്ന് ഓർക്ക്, കെട്ടിയില്ലേലും എന്ത് സംഭവിക്കും? ഇവരുടെ സ്ഥാപനം അടച്ചു പൂട്ടി ഇവർ രണ്ടു കൂട്ടരും അമ്മയും മോനും എല്ലാം അകത്താവില്ലേ? അതല്ലാതെ അവരുടെ മുന്നിൽ ഒരു വഴിയില്ല. ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരകത്താണ്. അതാണ് അവസ്ഥ. അപ്പം പിന്നെ അവർക്ക് എന്താണ്? കോംപ്രമൈസ് ചെയ്യുക, ആരും അറിയാതെ പുറമേ ഒരു നല്ല ഇമേജ് കിട്ടി കല്യാണം നടത്തുക, അതേ നടക്കുള്ളൂ. അതാണോ ഇവർ ചെയ്തു വെച്ചത്? അങ്ങനെയാണോ ഇവർ ചെയ്തു വെച്ചത്? അതല്ല, നമ്മൾ ആ കല്യാണ സമയത്ത് ആ ഒക്ടോബർ 23 കേട്ട ആ വാർത്ത പോലെ ഒരു അനാഥാലയം നടത്തുന്ന ഒരു അമ്മ, അവരുടെ അമ്മ മാതൃകയായി, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് സ്വന്തം മകനെ കൊണ്ട് അനാഥയായ ഒരു കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് മാതൃകയാകുകയാണോ ചെയ്തത് എന്നെല്ലാം ഈ കേസ് ഇപ്പോൾ പോലീസ് ഏറ്റെടുത്തുകൊണ്ട് സത്യം എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഇപ്പോഴും. അതുകൊണ്ട് ഇതിൻ്റെ ഒത്തിരിയും കാര്യങ്ങളൊക്കെ എല്ലാ യൂട്യൂബേഴ്സും അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും അന്വേഷിച്ചൊന്നും പറയുന്നില്ല. ഇപ്പം കേട്ട ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിച്ചത്. സത്യം എന്താണെന്നുള്ളത് നമുക്ക് അന്നേരം അറിയുള്ളൂ. പിന്നെ ഇത് യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് ശരിക്കും ഈ കേസ് ഇപ്പം ന്യൂസും പോലീസും ഒക്കെ ആയതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടുകൊണ്ട് കമൻ്റ് ഇട്ടിരുന്നവർക്കും റിയാക്ഷൻ ഇട്ടവർക്കും എല്ലാമാണെന്ന് പറയാം. കാരണം ഇത് അങ്ങനെയാണ് പോയത്. അല്ലാതെ ഇതുപോലെ ഇപ്പോൾ എത്തേണ്ട ഒരു കാര്യമല്ലായിരുന്നു. ഇത് ജനങ്ങൾ ചിക്കി ചീഞ്ഞ് കൊണ്ടുവന്നാണ്. പിന്നെ ഇവരുടെ സംസാരത്തിൽ നിന്ന് ജനങ്ങൾ പിടിച്ചെടുത്ത് ജനങ്ങളാണ് ഇപ്പോൾ ഇത് യൂട്യൂബ് ഉപയോഗിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഈ ന്യൂസ് ചാനലിൽ ഇങ്ങനെ ഒരു ന്യൂസ് പറയേണ്ട അവസ്ഥ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.